സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ഇസ്ലാമിന്റെ ചരിത്രമെടുത്താലും ക്രിസ്ത്യാനിയുടെ ചരിത്രം എടുത്താലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, 99% ബൈബിളിലെ കഥാപാത്രങ്ങളും പുരുഷന്മാരാണ്. ഇൻക്വിസിഷൻ ബൈബിളിന്റെ നിർദ്ദേശപ്രകാരം ഈ മന്ത്രവാദിനികളെ തീയിലിട്ടും ആണിയടിച്ചും കോടാലി കൊണ്ട് വെട്ടിക്കീറിയുമെല്ലാം കൊന്നത് ഇൻക്വിസിഷൻ ജൂതന്മാർക്കും ക്രിസ്ത്യാനികളായ മന്ത്രവാദിനികൾ എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട സ്ത്രീകൾക്കുമെതിരായിരുന്നു. എത്ര സ്ത്രീകളെയാ ചുട്ടുകൊന്നത് ക്രൈസ്തവ സമൂഹം 1823 വരെ. ഒന്ന് ചിന്തിച്ചാൽ അത്ഭുതം തോന്നും. പുണ്യവാളന്മാരെല്ലാം പുരുഷന്മാരായിരുന്നു. സെന്റ് മേരി ഒഴികെ. മഗ്ദലന മറിയം പോലും പുണ്യവാളത്തിയല്ല. പിന്നെ ഈ യഹോവ ഒരു പുരുഷ ദൈവമാണ്, സ്ത്രീയെ ശപിച്ച ദൈവമാണ്. ആ പുരുഷ ദൈവത്തിന് തുല്യമായിട്ടുള്ള ഒരു സ്ത്രീ ദൈവം അവിടെ ഇല്ല. ബൈബിള് മുഴുവനും പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ടതാ. അതുപോലെ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെല്ലാം പുരുഷന്മാരാണ്. ഇതിന്റെ മറ്റൊരു പകർപ്പാണ് അല്ലാഹുവും പ്രവാചകനും ഖലീഫയും എല്ലാം പുരുഷന്മാരുടേതാണ്. പുരുഷന്മാര് മാത്രമുള്ള ഒരു ഗ്രന്ഥമാണ് യഥാർത്ഥത്തില് ഈ മുഹമ്മദ് നബിയുടെ 11 ഭാര്യമാരുടെ കാര്യം ഒഴികെ. ബാക്കിയെല്ലാം പുരുഷന്മാരുടെ നേതൃത്വത്തില് ആണ് ഖുർആനിലെ കാര്യങ്ങൾ വിവരിക്കുന്നത്. സ്ത്രീകളുടെ യാതൊന്നുമില്ലാതെയാണ് ബൈബിള് മുമ്പോട്ട് പോകുന്നത്. ആ മുസ്ലിങ്ങളും ആ ക്രിസ്ത്യാനികളുമാണ് ഹിന്ദു ധർമ്മത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യമില്ല എന്ന് പ്രചരിപ്പിക്കുന്നത്. അത് പ്രചരിപ്പിക്കുന്നതാവട്ടെ ഈ ഭാരതത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന യുക്തിവാദ ഫെമിനിസ്റ്റുകളും കുറേ വ്യക്തികളുമാണ്, ബുദ്ധിജീവികളുമാണ്. ഭാരതീയ പൈതൃകം എന്താണെന്ന് പോലും അറിയാൻ ശ്രമിക്കാതെ അസാധാരണമായ രീതിയിൽ ഇവിടെ സ്ത്രീ സ്വാതന്ത്ര്യമില്ല, സ്ത്രീകളെ തൊട്ടുകൂടാത്തവരായിട്ട് മാറ്റിയിരുന്നു, സ്ത്രീകൾക്ക് ഒരു സ്ഥാനവും നൽകിയില്ല എന്നാണ് ഇവരെല്ലാം പറയുന്നത്. ഒരു 10 ഉദാഹരണങ്ങളിലൂടെ ശരിക്ക് എന്താ ഇവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഭാരതത്തില് പ്രപഞ്ച പുരുഷ ചൈതന്യത്തെക്കുറിച്ചാണ് വേദത്തിൽ പറയുന്നത്. വേദത്തിൽ പ്രപഞ്ച പുരുഷ ചൈതന്യം തത്തുല്യമായിട്ടുള്ള സ്ത്രീ ഭാഗമാണ് പ്രകൃതി ദേവി സങ്കല്പം. ഇപ്പുറത്തെ പുരുഷ സൂക്തം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് എന്നാരംഭിക്കുമ്പോൾ അതേ വേദത്തിൽ ശ്രീസൂക്തം ഹിരണ്യവർണാം ഹിരണീം സുവർണ രജതസ്രജാം ചന്ദ്രാം ഹിരണ്മയും ലക്ഷ്മീം ജാതവേദോ മഹാവഹത്താം മഹാവഹ ജാതവേദോ ലക്ഷ്മീർമനപഗാമിനി ഏമസ്യാം ഹിരണ്യം വിന്ദേയം കാമശ്വം പുരുഷാനഹം അശ്വപൂർവാമൃതമദ്യാം അസ്തിന ആദ പ്രമോദിനീം ശ്രിയം ദേവീമുപക്വയേ ശ്രീർമാദേവീ ചുടതാം കാംസോസ്മിതാം ഹിരണ്യപ്രാകാരാമാർദ്രാം ജ്വലന്തീം തൃപ്താം തർപ്പയന്തി. വലിയ മന്ത്രം. ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ, മുഴുവൻ എനിക്ക് ബൈഹാർട്ടാണ്. അപ്പൊ ഇപ്പുറത്ത് പുരുഷ സൂക്തം എഴുതിയപ്പോ തത്തുല്യമായിട്ട് ശ്രീസൂക്തം എഴുതി. ഇവിടെ വിഷ്ണു സഹസ്രനാമം എഴുതി. വിശ്വം വിഷ്ണുവ ഷട്കാരോ ഭൂതഭവ്യവത് പ്രഭോ ഭൂതകൃത് ഭൂതമൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാംഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവച യോഗോ യോഗവിധാൻ നേതാ പ്രധാന പുരുഷേശ്വര. അപ്പൊ വിഷ്ണു സഹസ്രനാമം എഴുതിയപ്പോ തത്തുല്യമായി തന്നെ ശ്രീമാതാ ശ്രീമഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നി കുണ്ഡസംഭൂത ദേവകാര്യ സമുദ്യത ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപവാചാദ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേക്ഷ കോദണ്ഡ പഞ്ചതന്മാത്ര സഹായക നിജാരുണ പ്രഭാപൂര മജ്ജ ബ്രഹ്മാണ്ഡ മണ്ഡല തുടങ്ങിയ ലളിതാ സഹസ്രനാമവും എഴുതി. ഇവിടെ പരബ്രഹ്മ സങ്കല്പം കൊടുത്തപ്പോ അതൊരു പുരുഷ സങ്കല്പമാണെങ്കിൽ മഹാമായ സങ്കല്പം സ്ത്രീ സങ്കല്പമായിട്ട് കൊടുത്തു. ഭാരതത്തില് ത്രിമൂർത്തി സങ്കല്പം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായി കൊടുത്തപ്പോ സരസ്വതി ലക്ഷ്മി പാർവതിയായിട്ട് ഇപ്പുറത്ത് കൊടുത്തു. ഭാരതീയ ഈശ്വര ആരാധനയില്
സ്ത്രീക്കും പുരുഷനും ഒരേ രീതിയിലുള്ള പങ്കാണ് ഉള്ളത്. മാത്രമല്ല, ഒരു സ്റ്റെപ്പ് കൂടി കടന്നു ചിന്തിക്കുകയാണെങ്കിൽ പരബ്രഹ്മസങ്കല്പത്തിന് പോലും ആധാരമായ കേന്ദ്രബിന്ദു മഹാമായ സങ്കല്പമാണ്. അപ്പൊ സുപ്പീരിയർ മോസ്റ്റ്, സൂപ്പർ മോസ്റ്റ് എന്ന് പറയാവുന്നത് മഹാമായ സങ്കല്പമാണ്. സ്ത്രീക്കാണ് ഭാരതത്തിൽ ഈശ്വര സങ്കല്പത്തില് പ്രാധാന്യം നൽകിയിരുന്നത്. ഞാൻ ഭൂമിയെ ഭൂമി ദേവിയായിട്ടെടുത്തു, ഭൂമിയെ ഭൂമി ദേവിയായിട്ടെടുത്തു, പ്രകൃതിയെ പ്രകൃതി ദേവിയായിട്ട് സ്ത്രീയായിട്ടെടുത്തു, ഗംഗയെ ഗംഗാ മാതാവായിട്ടെടുത്തു, സരസ്വതിയെ സരസ്വതി മാതാവായിട്ടെടുത്തു. ഭാരതത്തിലെ എല്ലാ നദികളെയും സ്ത്രീ പേരിലാണ് അറിയപ്പെട്ടത്. ഏറ്റവും വിചിത്രമായൊരു നദിയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ, ബ്രഹ്മപുത്ര നദി. അത് ജനുവരി 1-ാം തീയതി ഇന്ന വഴിയിൽ കൂടിയാണ് ഒഴുകുന്നതെങ്കിൽ ചിലപ്പോൾ ഫെബ്രുവരി 1-ാം തീയതി അത് വേറെ എവിടെയെങ്കിലും കൂടിയായിരിക്കും ഒഴുകുക. എപ്പോഴായാലും വെള്ളപ്പൊക്കം ഉണ്ടാവുന്നതെന്ന് അറിഞ്ഞൂടാ, ഏത് വഴി കൂടിയാ ബ്രഹ്മപുത്ര ഒഴുകുന്നതെന്ന് അറിഞ്ഞൂടാ, ഏതെല്ലാം വീടുകളും ഏതെല്ലാം കരകളുമാണ് പോകുന്നതെന്ന് അറിഞ്ഞൂടാ. ആസാമിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ബ്രഹ്മപുത്ര നദി മാത്രമാണ് ഒരു ലക്ഷ്യവും ഒരു നിയമവും ഇല്ലാതെ ഇന്ത്യയിൽ കൂടെ ഒഴുകുന്ന ഒരു നദി. അതിന് മാത്രം പുരുഷന്റെ പേരാ കൊടുത്തത് ബ്രഹ്മപുത്ര. ബാക്കി എല്ലാ നദികൾക്കും ജനറലി സ്ത്രീയുടെ പേരാ കൊടുത്തത്. വ്യാസ് അങ്ങനെയുള്ള 1-2 എണ്ണം എക്സെപ്ഷൻ ഉണ്ട്. അപ്പൊ ബ്രഹ്മപുത്ര നദി പുരുഷന്റെയാണ്. അവിടെയും പ്രാധാന്യം സ്ത്രീകൾക്ക്. ഗംഗ, യമുന, നർമ്മദ, സരസ്വതി, ഗോദാവരി, കൃഷ്ണ. കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ എന്നല്ല അർത്ഥം, ദ്രൗപദി എന്ന അർത്ഥം. അപ്പോ കൃഷ്ണ നദി, കാവേരി, എല്ലാം സ്ത്രീകളുടെ പേരാണ്. നമ്മൾ പശുവിനെ ഗോമാതാവായിട്ടെടുത്ത് കാടിവെള്ളവും പിണ്ണാക്കും വേസ്റ്റായിട്ടുള്ള വൈക്കോലും തിന്ന് പാല്, വെണ്ണ, തൈര്, നെയ്യ് ഇത് നമുക്ക് തിരിച്ചു തരുന്ന പശുവിനെ ഗോമാതാവായിട്ട് നമ്മൾ എടുത്തു. അപ്പോ ഭാരതത്തിൽ ഈശ്വര സങ്കല്പത്തിൽ സ്ത്രീകളുടെ സ്ഥാനം എത്ര ഭംഗിയായിട്ടാണെന്ന് ആലോചിച്ച് നോക്കാം. മാത്രമല്ല, നമ്മളുടെ വേദങ്ങളില് എവിടെയെല്ലാമാണോ പുരുഷന്റെ പേരുള്ളത് അവിടെ എല്ലാം സ്ത്രീകളും ചേരുന്നുണ്ട്. പ്രകൃതിയുടെ ഓരോ ഭാവം, സൂര്യൻ വരുന്നത് ഉഷസ് എന്ന ദേവിയുടെ കൈപിടിച്ചിട്ടാണെന്നാ പറയാം. ഉഷസാനക്താനക്തം ജരേഭ്യ പ്രകൃതി എന്ന് പറഞ്ഞ മന്ത്രങ്ങൾ നല്ല രസ. അപ്പോ പ്രാതരഗ്നിം പ്രാതരിന്ദ്രം ഉവാമഹേ പ്രാതർമിത്ര വരുണ പ്രാതരശ്വീന പ്രാതർഭകംഭൂഷണം ബ്രഹ്മാണസ്പതിം പ്രാതസോമമുദരുദ്രം ഹുവേമ പ്രാതർജിതം മകമുഗ്രം ഹുവേമ വയം പുത്രമതിദേവ്യോ വിദത്താഃ ആദ്രശ്ചിദ്യമന്യമാനസ്തുരശ്ചിദ്രാജാചിദ്യം ഭഗം ഭക്ഷേത്യാഃ ഭഗപ്രണേതർഭഗ സത്യരാധോ മഹേമാം ദിയാമുദപാദതന്നഭഗ പ്രണോജനെ ഗോപിരൈശ്വരഭഗപ്രനിർഭർനൃവന്ദസ്യാമോദന്ധ്വാ ഒക്കെ പ്രാതസ് ഉഷസ്സിന്റെ വരവാണ്. സ്ത്രീ ആയിട്ടാണ് ഉഷസ്സിനെ എടുത്തിരിക്കുന്നത്, സൂര്യൻ പുരുഷനായിട്ട്. അപ്പൊ സൂര്യൻ ഈ ഉഷസ്സിനെ ഇങ്ങനെ കൊണ്ടുവരുന്ന ആ നന്മ. പിന്നെ ഭഗവത്ഗീതയിൽ നോക്കാം, എത്ര യോഗീശ്വര കൃഷ്ണോ എത്ര പാർത്തോ ധനുർധര. എവിടെയാണോ യോഗീശ്വരനായ കൃഷ്ണനുള്ളത്, എവിടെയാണോ ധനുർധാരിയായിട്ടുള്ള അർജുനനുള്ളത്, തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവ നീതിർ മതിർ മമ. ശരിക്ക് 6 ക്വാളിറ്റി. ശ്രീ ഐശ്വര്യം, തത്ര ശ്രീ, ശ്രീ ഐശ്വര്യം സ്ത്രീലിംഗ. വിജയോ വിജയം സ്ത്രീലിംഗ. ഭൂതി അതുപോലെ സംതൃപ്തി, ശ്രീ വിജയോ ഭൂതി. ധ്രുവ നിശ്ചയദാർഢ്യം. നീതി സ്ത്രീലിംഗാണ്. മതി ബുദ്ധിശക്തി മമ. അപ്പോ കൃഷ്ണനും അർജുനനും ഉള്ളിടത്ത് ഈ 6 സ്ത്രൈണഭാവം അവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി രാമായണം എടുത്തു നോക്കാം. ഈ രാമായണം എന്ന ആ ഇതിഹാസം 24,000 ശ്ലോകങ്ങളുള്ള രാമായണത്തില് ചീഫ് കഥാപാത്രങ്ങൾ, രാമായണം എഴുതിയത് വാൽമീകി മഹർഷിയാണെങ്കിലും രാമായണം ഉണ്ടാക്കിയത് 3 കഥാപാത്രങ്ങളാ. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാം. 1 മന്ദര, 2 കൈകേയി, 3 സീതാദേവി. ഇവര് 3 പേരുമാണ് രാമായണ സൃഷ്ടിക്ക് കാരണമായത്. 1 ദശരഥൻ എന്ന രാജാവിന് തുല്യ പ്രാധാന്യമുള്ള 3 പത്നിമാര്, ശ്രീരാമന് പ്രാധാന്യമുള്ള സീതാദേവി, അതുപോലെ രാവണന് പ്രാധാന്യമുള്ള മണ്ഡോദരി, അഹല്യ, അതുപോലെ തന്നെ ശബരി, അതുപോലെ തന്നെ ബാലിയുടെ ഭാര്യ താര. എത്ര പുരുഷ ചരിത്ര പുരുഷന്മാര് രാമായണത്തിലുണ്ടോ
അതിനേക്കാൾ ഒന്നു കൂടുതൽ സ്ത്രീകളാണ്, ചരിത്ര സ്ത്രീകൾ, അതായത് ഹിസ്റ്റോറിക്കൽ ഫിഗറായിട്ട് രാമായണത്തിലുള്ളത്. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണുള്ളത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം. രാമായണം പുരുഷന്റെ മാത്രം ഗ്രന്ഥമല്ല. യഥാർത്ഥത്തിൽ രത്നാകരനെ വാൽമീകിയാക്കി മാറ്റിയത് രത്നാകരന്റെ ഭാര്യയാണ്. രത്നാകരൻ എന്ന കാട്ടാളനെ വാൽമീകിയാക്കി മാറ്റിയത് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്ന രത്നാകരന്റെ ഭാര്യയുടെ നിർദ്ദേശമാണ്. വളരെ സിമ്പിളാണ്. രാവണനെ ഉപദേശിച്ചത് മുഴുവനും മണ്ഡോദരിയാണ്. ബാലിയെ ഉപദേശിച്ചത് മുഴുവനും താരയാണ്. ശ്രീരാമനെ സ്വീകരിച്ചത് കാട്ടാള സ്ത്രീയായ ശബരിയാണ്. കല്ലില് ചവിട്ടി കല്ല് അഹല്യയായി. കല്ല് അഹല്യയായോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആ അഹല്യ എന്ന ചരിത്ര പുരുഷ സ്ത്രീ അവിടെ വരുന്നുണ്ട്. അത്ര ഗംഭീരമായിട്ടാണ് വരുന്നത്. അപ്പോ സ്ത്രീകൾക്ക് രാമായണത്തിലുള്ള പ്രാധാന്യം ഒരു PhD തീസിസ് എഴുതാനുണ്ട്. അതേപോലെ മഹാഭാരതത്തിൽ നോക്കാം. ശരിക്കും 3 സ്ത്രീകളാണ് 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം എന്ന ഗ്രന്ഥം ഉണ്ടാക്കാൻ ആധാരമായത്. അതിൽ ഒന്നാമത്തേത് കുന്തി, 2 ഗാന്ധാരി, 3 ദ്രൗപദി. ഇവര് 3 ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ 3 പേരുടെ പ്രാധാന്യം കുറവായിരുന്നുവെങ്കിൽ മഹാഭാരതം എന്ന ഗ്രന്ഥമേ ഉണ്ടാവില്ല. ശരിക്ക് ധൃതരാഷ്ട്രര് തന്റെ മന്ത്രിയുടെ സ്ഥാനത്ത് ആ ഭാര്യയെ കൽപ്പിച്ചിരുന്നത്. ഗാന്ധാരിയോട് ചോദിക്കാതെ ധൃതരാഷ്ട്രർ ഒന്നും ചെയ്തിരുന്നില്ല. പാണ്ഡു, മാദ്രി, കുന്തിക്ക് തുല്യ പ്രാധാന്യം നൽകിയിരുന്നത്. ഈ പഞ്ചപാണ്ഡവര് അമ്മ കുന്തിയോട് ചോദിക്കാതെ ഒന്നും ചെയ്തിരുന്നില്ല. ദുര്യോധനൻ അമ്മയുടെ അനുഗ്രഹം, ഗാന്ധാരിയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് യുദ്ധത്തിന് പോയത്. ഗാന്ധാരി ദുര്യോധനനെ അനുഗ്രഹിച്ചത് യഥോ ധർമ്മ തഥോ ജയ. എവിടെയാണോ ധർമ്മമുള്ളത് അവിടെ വിജയം ഉണ്ടാവുന്ന പറഞ്ഞത്. മകനെ നീ ജയിക്കുമെന്ന് പറഞ്ഞില്ല. ശ്രീകൃഷ്ണൻ എത്ര പ്രാധാന്യമുണ്ടോ അത്ര പ്രാധാന്യം തന്നെയാണ് രാധയ്ക്കുള്ളത്. അതുകൊണ്ടാണ് രാധാകൃഷ്ണൻ എന്ന പേര് വന്നത്. രുക്മിണിക്ക് അത്ര പ്രാധാന്യമുണ്ട്, സത്യഭാമയ്ക്ക് അത്ര പ്രാധാന്യമുണ്ട്, കൃഷ്ണന് മാത്രമല്ല പ്രാധാന്യമുള്ളത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം. ശരിക്ക് മഹാഭാരതത്തില് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ സ്വാതന്ത്ര്യം. ഭീഷ്മരുടെ പ്രാധാന്യം, ഭീഷ്മരുടെ മാതൃസ്ഥാനത്ത് ഗംഗയാണ് നിൽക്കുന്നത്. അപ്പൊ ആ അമ്മയുടെ മഹത്വം നോക്കാം. ഇങ്ങനെ നമ്മള് മഹാഭാരതം, രാമായണം, വേദം, അതുപോലെ നമ്മളുടെ ആചാരങ്ങള്, ഏത് ആചാരങ്ങളിലും പുരുഷനോടൊപ്പം സ്ത്രീ ഉണ്ടാവണം. സ്ത്രീ ഇല്ലാതെ പുരുഷന് മാത്രമായിട്ട് ഒരു ആചാരവും അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. പുരുഷനില്ലാതെ സ്ത്രീക്കും സ്വാതന്ത്ര്യമില്ല. വിധവയ്ക്ക് ഒറ്റയ്ക്ക് ആചാരം അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യം പലതിലുമില്ല. വിഡോവർ, അതുപോലെ ഭാര്യയില്ലാത്ത ഭർത്താവിന് മകളുടെ വിവാഹം പോലും കഴിച്ചു കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. കാരണം അത് അനിയൻ, ഭാര്യയുള്ള അനുജനോ ഭാര്യയുള്ള ജ്യേഷ്ഠനോ നടത്തി കൊടുക്കണം. എന്താ ഇതിന്റെ അർത്ഥം? ഭാരതത്തിലെ സ്ത്രീകൾക്ക് എത്ര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഝാൻസി റാണി ലക്ഷ്മിബായിയെ പോലെ, അതുപോലെ തന്നെ ധാരാളം വ്യക്തികളുണ്ട്. സ്ത്രീകള് കവികളായിട്ട്, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ വന്നവരായിട്ട്, നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികളായിട്ട്, ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടി സരോജിനി നായിഡുവിനെ പോലെയുള്ളവരും മറ്റ് പല സ്ത്രീകളും തോളോട് തോള് ചേർന്ന് പുരുഷന്മാരോടൊപ്പം ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഒരു അനസ്യൂത പ്രവാഹം പോലെയാണ്. ഇവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞ് മനുസ്മൃതിയിലെ വരി, ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നൊരു വരിയെടുത്ത് കുറേ തെറ്റിദ്ധാരണ ഉണ്ടാക്കാം. സ്ത്രീകൾ ഇവിടെ ചവിട്ടി മെതിക്കപ്പെട്ടവരാണ് എന്ന് വരുത്തി തീർക്കാം. ശരിക്ക് ഒരു വരൻ വധുവിന്റെ കഴുത്തില് താലി കെട്ടുമ്പോ ആ താലി 11 സ്ത്രീകളുടെ കഴുത്തിൽ തൊടിയിച്ചിട്ട് വേണം അവിടെ വധുവിന്റെ കഴുത്തിൽ കെട്ടാൻ. സുമംഗലീരിയം വധൂരി മാതമേവ പശ. അല്ലയോ സുമംഗലികളെ, നിങ്ങൾ ഈ സ്ത്രീയെ നോക്കുക, ഇവളും നിങ്ങളെ പോലെ സുമംഗലികളാകാൻ പോകുന്നു. അവളെ അനുഗ്രഹിക്കുക, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതാണ് വേദമന്ത്രത്തിന്റെ അർത്ഥം. ഞാൻ ഇന്നലെ വേറൊരു മന്ത്രം പറയേണ്ടായി. സമ്രാജ്ഞീ ഭവ, സമ്രാജ്ഞീ ഭവ ശുശ്രുവേ ഭവ, സമ്രാജ്ഞീ ഭവ ശുശ്രുവാൻ ഭവ, സമ്രാജ്ഞീ നനാന്തരീ ഭവ സമ്രാജ്ഞീ. എന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ സമ്രാജ്ഞിയായിട്ട്, ക്വീനായിട്ട്,
രാജ്ഞിയായിട്ട് കയറി വരിക. മാത്രമല്ല നമ്മുടെ പിതൃകർമ്മത്തില് നമ്മൾ തർപ്പണം കൊടുക്കുന്നുണ്ട്. കർക്കിടകത്തിലെ കറുത്ത വാവിന് തർപ്പണം കൊടുക്കാറുണ്ട്. ശിവരാത്രി കഴിഞ്ഞിട്ടുള്ള ദിവസം തർപ്പണം കൊടുക്കാറുണ്ട്. ആ തർപ്പണത്തിൽ ആദ്യത്തെ തർപ്പണം എന്ന് പറയുന്നത് അമ്മയ്ക്കാണ് തർപ്പണം. മാതൃന്തർപ്പയാമി, മാതാമഹം ദർപ്പയാമി, മാതൃപിതാമഹം ദർപ്പയാമി, മാതാമഹീം ദർപ്പയാമി, മാതൃപിതാമഹീം ദർപ്പയാമി. അമ്മയ്ക്ക് തർപ്പണം. അമ്മയുടെ അമ്മയ്ക്ക്, അവരുടെ അമ്മയ്ക്ക്, അമ്മയുടെ അച്ഛന്, അവരുടെ അമ്മയ്ക്ക്, അവരുടെ അമ്മയ്ക്ക് തർപ്പയാമി. മാതൃവംശേ മൃതായേശ്ച പിതൃവംശേ തദൈവച ഗുരുശുചുരബന്ധൂനാം ഈശാന്യേ ബാന്ധവാമൃത യേമേ കുലേ ലുപ്തപിണ്ഡാഃ പുത്രധാരവിവർജിതാ ക്രിയാലോപഹതാശ്ചൈവ ജാത്യന്താപങ്കവസ്തദാ വിരൂപാ ആമഗർഭാശ്ച ജ്ഞാതാജ്ഞാതാകുലേ മമ. വലിയൊരു മന്ത്രാണ്, മുഴുവൻ ഞാൻ ചൊല്ലുന്നില്ല, അത് അടുത്ത ദിവസം വേറെ ഏതെങ്കിലും ഒരു ദിവസം ചൊല്ലാം. അമ്മയുടെ വംശത്തിൽ ജനിച്ചവർക്കാണ് ആദ്യത്തെ തർപ്പണം. എന്തൊരു രസാണ്! അമ്മയുടെ സാന്നിധ്യം എത്ര പ്രാധാന്യമുള്ളതാണെന്ന് നോക്കാം. അതുപോലെ തന്നെയാണ് വേദമന്ത്രങ്ങളില്, ശ്വേതാശ്വേതോപനിഷത്തില്, മറ്റ് വേദങ്ങളിൽ പോലും മാതൃദേവോ ഭവ എന്ന് പറഞ്ഞതിന് ശേഷമാണ് പിതൃദേവോ ഭവ എന്ന് പറയുന്നത്. അമ്മയുടെ സ്ഥാനമാണ് മുമ്പിലുള്ളത്. ഭാരതത്തെ ഭാരതമാതാവായിട്ട് നമ്മൾ കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ സ്ത്രീകൾക്ക് ഹിന്ദുധർമ്മത്തിലുള്ള പ്രാധാന്യം ഒരു പക്ഷേ പുരുഷന്മാരെക്കാൾ കൂടുതലാണെന്ന് പറയുന്നതായിരിക്കും ശരി. നോർത്ത് ഇന്ത്യയിലൊക്കെ വീടിന്റെ താക്കോല് പോലും ഭാര്യയുടെ കയ്യിലുണ്ടാവാം, അല്ലെങ്കിൽ അമ്മയുടെ കയ്യിലുണ്ടാവാം. ഈ കേരളത്തിലെ നായർ സമുദായത്തിന്റെ ഇപ്പോ ഏതാണ്ട് മറ്റെല്ലാ സമുദായങ്ങളുടെയും കുടുംബ ഭദ്രത, വീട്ടിനകത്തുള്ള ലക്ഷ്മി, ഗൃഹലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയാണ്. ഒരു വീട് പണിയണമെങ്കിൽ, തറക്കല്ലിടണമെങ്കിൽ ആ വീടിന്റെ ഉടമസ്ഥന്റെ ഭാര്യയുടെ നക്ഷത്രമാണ് നോക്കാം. ഭാര്യയുടെ നക്ഷത്രത്തിന്റെ 3, 6, 8, 22 നക്ഷത്രങ്ങളിൽ തറക്കല്ലിടാറില്ല. ഭാര്യയുടെ നക്ഷത്രത്തിന്റെ 3, 6, 8, 22 നക്ഷത്രങ്ങളിൽ കട്ടിള വെക്കാറില്ല, കോൺക്രീറ്റ് ചെയ്യാറില്ല, ഗൃഹപ്രവേശം ചെയ്യാറില്ല. ഭർത്താവിന്റെ നക്ഷത്രം അന്വേഷിക്കാറ് പോലുമില്ല. ഭാര്യയുടെ നക്ഷത്രം നോക്കിയിട്ടാണ് വീട്ടിലെല്ലാം ചെയ്യുക. അതുപോലെ തന്നെ നോക്കാം, കേരളത്തിലെ ക്ഷേത്രങ്ങളില് 60% ക്ഷേത്രങ്ങള് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളാണ്. 40% ക്ഷേത്രങ്ങളെ ശിവനും വിഷ്ണുവിനും കൃഷ്ണനും അല്ലെങ്കിൽ ഗണപതിക്കും ശാസ്താവിനുമുള്ളൂ. ബാക്കി ക്ഷേത്രങ്ങൾ മുഴുവനും ദേവീക്ഷേത്രങ്ങളാണ്. ലക്ഷ്മി ക്ഷേത്രം, സരസ്വതി ക്ഷേത്രം, ദുർഗാക്ഷേത്രം, ഭദ്രകാളി ക്ഷേത്രം, മാളികപ്പുറം ക്ഷേത്രം ആണുള്ളത്. കേരളത്തില്, ഭാരതത്തില് അനവധി ക്ഷേത്രങ്ങളില്, ഹരിപ്പാട് അവിടെയുള്ള നാഗക്ഷേത്രമുണ്ട്, വളരെ മണർക്കാടോ മണ്ണാർശാലയോ എന്താണ് അതിന്റെ പേര്. ആ നാഗക്ഷേത്രത്തിലെ പൂജ മുഴുവനും സ്ത്രീകളാണ്. കേരളത്തിലെ ഏതാണ്ട് ഒരു 18 പ്രധാനപ്പെട്ട അമ്പലങ്ങളില് പൂജാരിമാര് സ്ത്രീകളാണ്. ഇതെല്ലാം വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. എന്നിട്ട് നമ്മളെ അവഹേളിക്കാൻ വേണ്ടി ഇംഗ്ലീഷുകാര് ഉണ്ടാക്കിയതാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യമില്ല സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞ്. അതിവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഏറ്റുപാടി